ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രഗ്നൻ്റ് ആയി ഒരു 6 മാസമായപ്പോൾ തൊട്ട് തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അന്നേരത്തെ ആ സമയത്തുള്ള ക്ഷീണവും കാര്യങ്ങളും തളർച്ചയും പിന്നെ മടി പിടിച്ചൊരു സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു. പൊതുവേ സൺസ്ക്രീൻ പോലും അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ഇത്തിരി മടിയായിരുന്നു. പല കാലത്തൊക്കെ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ ക്രീമൊക്കെ ഒരുപാട് അങ്ങ് നിർത്തി വെച്ചായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ളതൊക്കെ കാണാനുണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും സമയം തന്നെ കിട്ടാറില്ല. അപ്പം 2 പിള്ളേരുടെയും കാര്യമൊക്കെ ആയപ്പോൾ തന്നെ സമയം ഒട്ടും തന്നെ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഇത് കാണാനുണ്ട് എൻ്റെ സ്കിന്നിലും ഹെയറിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാനപ്പോൾ ഇന്ന് ഒരു 1 മന്ത് ചലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് ഓയിൽ മസാജ്, ഫസ്റ്റ് ഡേ ഓയിൽ മസാജാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിൽ പാക്കാണ് ഇടുന്നത്. പാക്കല്ല, ഒരു ഫേസ് മാസ്ക്കാണ് ഇടുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ കോഫി പൗഡറും എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ഫേസ് മാസ്ക്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ചെയ്യണമെന്ന്. പക്ഷേ ഒന്നാമത്തെ സമയം കിട്ടാറില്ല, പിന്നെ മടിയിടിച്ചൊരു ഇതായതുകൊണ്ട് ഞാൻ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനതൊക്കെ ഒന്ന് ഫസ്റ്റ് ഡേ തന്നെ ആ മാസ്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ മുഖത്തെ ഹെയറൊക്കെ പോകുന്നതായിട്ടാണ് ആ വീഡിയോയിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഹെയറൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ആദ്യം തന്നെ ചെയ്തു. അപ്പോൾ നന്നായിട്ട് എഗ് വൈറ്റിനകത്തും കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്ത് ഞാൻ സ്പൂൺ കൊണ്ടാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ബ്രഷൊക്കെ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, എല്ലാം എടുത്ത് എവിടെയൊക്കെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്ന് പുറയിലൊക്കെ കേൾക്കുന്നുണ്ട്. എടി എനിക്കൊന്നും കൂടി ഇട്ടതാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഒരു 3-4 കോട്ട് അപ്ലൈ ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അവസാനമായപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ വന്ന് പുറകിൽ നിന്ന് ചെയ്തു തരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും കുറച്ച് സമയം എന്തായാലും അത് വെക്കണം, മുഖത്ത് ഉണങ്ങി പിടിക്കണം. അപ്പോൾ ഒരു മണിക്കൂറോളം സെറ്റാകാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പെഡിക്യൂർ ചെയ്യാം. അപ്പോൾ നേരെ ഒരു ഇളം ചൂടുവെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും നാരങ്ങാനീരും ഷാമ്പുവും കൂടി മിക്സ് ചെയ്ത്, ഷാമ്പു തീരാറായിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കുപ്പിനകത്ത് നിന്നൊക്കെ ഊറ്റിയാണ് എടുത്തത്. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം കാലൊക്കെ മുക്കി വെച്ച് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ സെറ്റാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇത് പൊളിച്ച് കളയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നന്നായിട്ട് സ്കിന്നൊന്ന് സോഫ്റ്റായി, ഒന്ന് സ്കിൻ ലൈറ്റാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് ബേബി ഹെയർസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ കാണാം.